അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ചെറുതോണി റോഡിൽ കാണക്കാലിപ്പടിയിൽ റോഡ് അപകടാവസ്ഥയിൽ. മൺതിട്ടയ്ക്ക് മുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത്. മേഖലയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം. കാണക്കാലിപ്പടിയിലെ വളവുകൾ ഉയർത്തുന്ന അപകട ഭീഷണി നാളുകളായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതോടൊപ്പമാണ് റോഡ് ഇടിഞ്ഞു താഴാനുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുന്നത്. മൺതിട്ടയ്ക്ക് മുകളിലൂടെയാണ് ദേശീയപാത കടന്നുപോകുന്നത്. ബലവത്തായ കൽക്കട്ടോ കലിങ്കോ ഇവിടെയില്ല. കലിങ്ക് ഇല്ലാത്തതിനാൽ തന്നെ മുകൾ ഭാഗത്തെ തിട്ടയിൽ നിന്നുമുള്ള മഴവെള്ളമടക്കം റോഡിലൂടെ ഒഴുകി മൺതിട്ടയിലെത്തും. അവിടെ നിന്നും 200-ലധികം താഴ്ചയിലേക്ക് ഒഴുകും. ഇത്തരത്തിൽ വെള്ളമൊഴുകി റോഡിന്റെ ഒരു വശത്തെ മണ്ണ് ഒലിച്ചു പോയിട്ടുമുണ്ട്. മുൻപ് ഇവിടെ മരങ്ങൾ കൂടി നിന്നതിനാൽ അപകടാവസ്ഥ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇവ വെട്ടിയതോടെയാണ് മേഖലയിലെ അപകടസ്ഥിതി പുറത്തു വരുന്നത്. 2 വലിയ വളവുകളാണ് ഇവിടെയുള്ളത്. വലിയ 2 വാഹനങ്ങൾ ഇരുദിശകളിൽ നിന്നും അപകടസ്ഥിതിയിലുള്ള സ്ഥലത്ത് എത്തുന്നതോടെ മറികടന്നു പോകാൻ സാധിക്കില്ല. മഴക്കാലത്ത് ചെറിയ തോതിൽ മണ്ണൊലിപ്പ് നേരിട്ടിരുന്നുവെന്ന് നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജ് പറഞ്ഞു. അടിയന്തരമായി ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രദ്ധ ഈ വിഷയത്തിലുണ്ടാകണം. ബഹുമാനപ്പെട്ട കളക്ടർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ട് സിഗ്നൽ ബോർഡുകൾ സ്ഥാപിക്കാൻ എങ്കിലുമുള്ള നടപടി അടിയന്തരമായിട്ട് ചെയ്യണം. ഇപ്പം ഇത് രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് മഞ്ഞുള്ള സമയത്ത് വെളുപ്പിനൊക്കെ വാഹനം വീശിയെടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായാൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാർ കൂടി അല്ലെങ്കിൽ വാഹനം ഉറപ്പായും വലിയ വാഹനങ്ങൾ താഴെ പോയി വലിയ അപകടമുണ്ടാകും. നിരവധി ടൂറിസ്റ്റുകൾ കടന്നു പോകുന്നൊരു പ്രദേശമാണ്. അപ്പോൾ അടിയന്തരമായി ഈ വിഷയത്തിൽ ഹൈവേ അതോറിറ്റി ഇടപെടണം, ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നാണ്. എറണാകുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കട്ടപ്പനയിലേക്ക് ഭാരവാഹനങ്ങളടക്കം ഇതുവഴിയാണ് കടന്നു വരുന്നത്. റോഡ് ഇടിഞ്ഞു താഴ്ന്ന സ്ഥിതി ഉണ്ടായാൽ വാഹനങ്ങൾ 200 അടിയിലധികം താഴ്ചയിലേക്ക് മറിയും. കല്യാണത്തണ്ട് മലനിരകളുടെ ഭാഗമായ മേഖലയിൽ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നതാണ്. മേഖലയിൽ മുൻപ് റോഡിലേക്ക് മണ്ണിടിഞ്ഞിട്ടുമുണ്ട്. ശക്തമായ മഴയത്ത് മഴവെള്ളം ഒലിച്ചിറങ്ങിയാൽ ദേശീയപാത തകരുന്നതിനൊപ്പം വലിയ അപകടങ്ങൾ ഉണ്ടാകും. നാട്ടുകാർ അടക്കം നിരന്തര പരാതിയാണ് സംഭവത്തിൽ ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.